ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഇതുപോലത്തെ ഒരു സൺഫ്ലവർ പെൻ ഹോൾഡറാണ്. ഇത് കുട്ടികൾക്കും അതുപോലെ തന്നെ വലിയവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു ഗിഫ്റ്റ് കൊടുക്കാനും പറ്റിയൊരു ഓപ്ഷനാണ്. ഇത് നിങ്ങളുടെ സ്റ്റഡി ടേബിളിനും അതുപോലെ തന്നെ ഓഫീസ് ഡെസ്കിനും ഒക്കെ നല്ലൊരു ഡെക്കോറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ വീഡിയോ നമുക്ക് അവസാനം വരെ കണ്ടാലോ. ഞാൻ എടുത്തിട്ടുള്ളത് ഈ 3 കളർ യാണാണ്. ഇതിൽ ബ്രൗണും ഗ്രീനും കോട്ടൺ യാണും യെല്ലോ മിൽക്ക് കോട്ടൺ യാണാണ് എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് നമുക്ക് ബ്രൗണിന് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ 3.5 mm ക്രോഷേ ഹുക്കാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ബ്രൗണ് ഇത് 4 പ്ലേ കോട്ടൺ യാണാണ്. അപ്പം ഞാനിതിൻ്റെ തിക്നെസ് ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ 2 എൻഡും എടുക്കുന്നുണ്ട്. അതായത് ഉള്ളിലൊരു എൻഡ് ഉണ്ടാവും, പുറത്ത് ചുറ്റിയിട്ടുള്ളൊരു എൻഡും. ഈ രണ്ടും കൂടി നമുക്ക് ഇതിൻ്റെ പോർട്ടാണ് ഞാനിവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കൊരു മാജിക് റിങ് ഇടാം. ഈ 2 എൻഡും കൂടെയാണ്, അതായത് ഇപ്പോൾ 8 പ്ലേ കോട്ടൺ യാണായി. ഇനി നമുക്കൊരു മാജിക് റിങ് ഇടാം. ദെൻ അതിൻ്റെ ഉള്ളിൽ 8 സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. 6 അല്ല, ഞാനിവിടെ 8 ആണ് ചെയ്യുന്നത്. 1 2 3 4 5 6 7 ആൻഡ് 8 സിംഗിൾ ക്രോഷേ ചെയ്തെടുത്തു. ഇനി റൗണ്ട് ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് റൗണ്ട് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇനി അടുത്ത റൗണ്ടിൽ 8 ഇൻക്രീസസ്, ഓരോ സ്റ്റിച്ചിലും ഇൻക്രീസസ് വീതം ചെയ്ത് കൊടുക്കാം. 2 സിംഗിൾ ക്രോഷേ വീതം ചെയ്ത് കൊടുക്കാം. 1 2 ഇതുപോലെ ഓരോ സ്റ്റിച്ചിലും, അതായത് 8 സിംഗിൾ ക്രോഷയിലും ഇൻക്രീസ് നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ടോട്ടൽ 16 സിംഗിൾ ക്രോഷേ ഈ റൗണ്ടിൽ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് കംപ്ലീറ്റ് ആക്കാം. ഇനി നമുക്ക് റൗണ്ട് ക്ലോസ് ചെയ്യാം. ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇനി അടുത്ത റൗണ്ടിൽ വരുമ്പോൾ ഒരു സിംഗിൾ ക്രോഷേ, ദെൻ അടുത്ത സ്റ്റിച്ചിൽ ഇൻക്രീസ്. ഒരു സിംഗിൾ ക്രോഷേ ചെയ്തു. അടുത്ത സ്റ്റിച്ചിൽ നമുക്ക് 2 സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. 2 സിംഗിൾ ക്രോഷേ ചെയ്തു. ഈ ഒരു പാറ്റേൺ നമുക്ക് ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ടോട്ടൽ നമുക്ക് 24 സിംഗിൾ ക്രോഷേസ് ഈ റൗണ്ടിൽ നമുക്ക് കിട്ടും. ഇതുപോലെ 1 സിംഗിൾ ക്രോഷേ ഇൻക്രീസ്, 1 സിംഗിൾ ക്രോഷേ ഇൻക്രീസ് നമുക്ക് റൗണ്ട് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ റൗണ്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ചെയിൻ സ്റ്റിച്ച് ഇടാം. ദെൻ അടുത്ത റൗണ്ടിലേക്ക് വരുമ്പോൾ ഈ റൗണ്ടിൽ ശരിക്കും 2 സിംഗിൾ ക്രോഷേ ഇൻക്രീസ് ആണ്. അത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് ആദ്യം 1 സിംഗിൾ ക്രോഷേ ചെയ്യുന്നുണ്ട്, ദെൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ദെൻ അടുത്ത സ്റ്റിച്ചിൽ 1 സിംഗിൾ ക്രോഷേ, 1 സിംഗിൾ ക്രോഷേ ചെയ്തു, ദെൻ ഇൻക്രീസ് ചെയ്തു. ഇനി അടുത്ത സ്റ്റിച്ചിൽ 1 സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. ദെൻ ഈ ഒരു റൗണ്ട് ഈ ഒരു പാറ്റേൺ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഇനി 1 സിംഗിൾ ക്രോഷേ ഇൻക്രീസ്, വീണ്ടും 1 സിംഗിൾ ക്രോഷേ, വീണ്ടും 1 സിംഗിൾ ക്രോഷേ ഇൻക്രീസ്. ആ ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ലാസ്റ്റ് നമുക്കൊരു സിംഗിൾ ക്രോഷേ കൂടെ ചെയ്യാനുണ്ടാവും. അതും കൂടെ ചെയ്തിട്ട് ഈ റൗണ്ട് ക്ലോസ് ചെയ്യാം. ഈ റൗണ്ട് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ചെയിൻ സ്റ്റിച്ച് ഇടാം. അടുത്ത റൗണ്ടിൽ 3 സിംഗിൾ ക്രോഷേ ഇൻക്രീസ്. അത് നമ്മൾ അതേപോലെ തന്നെ 1 സിംഗിൾ ക്രോഷേ 2 3 ദെൻ ഒരു ഇൻക്രീസ്. ഈ റൗണ്ടിൽ ടോട്ടൽ നമുക്ക് 40 സിംഗിൾ ക്രോഷേ ഇൻക്രീസ്. ഇൻക്രീസ് വരുമ്പോൾ 2 സിംഗിൾ ക്രോഷേ. അപ്പോൾ ഈ റൗണ്ട് ഒരു സ്റ്റിച്ച് തന്നെ നമ്മൾ 2 സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. വൺ ടു 3 ആൻഡ് ഇൻക്രീസ്, 1 2 3 ഇൻക്രീസ്. ഈ ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാം. ഞാൻ ആ റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത റൗണ്ടിലേക്ക് പോവാം. അടുത്ത റൗണ്ടിൽ വരുമ്പോൾ 4 സിംഗിൾ ക്രോഷേ ഇൻക്രീസ് ആണ്. നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 സിംഗിൾ ക്രോഷേ ഇൻക്രീസ്, ദെൻ വീണ്ടും 2 സിംഗിൾ ക്രോഷേ. ഈ ഒരു പാറ്റേണിലാണ് ചെയ്യണത്. അതായത് ഫസ്റ്റ് നമ്മൾ 2 സിംഗിൾ ക്രോഷേ ചെയ്യാം, ഇൻക്രീസ് ചെയ്യാം, ദെൻ ഓരോന്നിലും 4 സിംഗിൾ ക്രോഷേ ഇൻക്രീസ് ആണ് വരുന്നത്. ലാസ്റ്റ് വരുമ്പോൾ ഈ 2 സിംഗിൾ ക്രോഷേൻ്റെ ഒപ്പമുള്ള 2 സിംഗിൾ ക്രോഷേ ഇതുപോലെ 2 സ്റ്റിച്ച് ഉണ്ടാവുമെന്ന് മാത്രം. കറക്റ്റായിട്ട് റൗണ്ട് ഷേപ്പ് തന്നെ കിട്ടും. അത്രേ ഉള്ളൂ വ്യത്യാസം, വേറെ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ റൗണ്ട് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം.
ഇത്രയും ചെയ്തു. ഇനി ബാക്കിയുള്ള 2 സിംഗിൾ ക്രോഷ്യം കൂടെ ചെയ്ത് കൊടുത്തിട്ട് ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോകാം. അടുത്ത റൗണ്ടിലേക്ക് പോകുമ്പോൾ ഇതിൻ്റെ ഈ ബാക്ക് ലൂപ്പിലൂടെ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ഫ്രണ്ട് ലൂപ്പിലൂടെ 2 ലൂപ്പുണ്ട്, ഫ്രണ്ട് ലൂപ്പും ബാക്ക് ലൂപ്പും. ഇതിലെ ഫ്രണ്ട് ലൂപ്പ് വിട്ടിട്ട് ബാക്ക് ലൂപ്പിലൂടെ മാത്രം നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം. അതായത് 48 സിംഗിൾ ക്രോഷ്യ, ഓരോന്നിലും ഓരോ സിംഗിൾ ക്രോഷ്യ വീതം 48 സിംഗിൾ ക്രോഷ്യ ബാക്ക് ലൂപ്പിലൂടെ മാത്രം നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം. ആ റൗണ്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് 2 ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ആദ്യം നമ്മളിവിടെ ചെയിൻ സ്റ്റിച്ച് ഇത് ക്ലോസ് ചെയ്യുമ്പോൾ ഇടും, അതിൻ്റെ കൂടെ തന്നെ ഒരു ചെയിൻ സ്റ്റിച്ചും കൂടെ ഇട്ട് കൊടുക്കാം. ഇനിയത്തെ ഈ റൗണ്ടിൽ നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചസ് ആണ് ചെയ്യാൻ പോണത്. ഈ റൗണ്ടിൽ മാത്രമല്ല, ഇനി അങ്ങോട്ടേക്ക് ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചസ് ആണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ ഞാനിവിടെ ചെയിൻ 2 ചെയ്തു. ദെൻ ഓരോന്നിലും ഓരോ ഹാഫ് ഡബിൾ ക്രോഷ്യ വീതം ചെയ്ത് കൊടുക്കാം. അതായത് 9 to 15 വരെ അറൗണ്ട് 7 റൗണ്ട്സ് ഞാനിവിടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. 48ലും 48 ഹാഫ് ഡബിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. ഓരോ സ്റ്റിച്ചിലും ഓരോ ഹാഫ് ഡബിൾ ക്രോഷ്യ വീതമാണ് ചെയ്യണത്. അപ്പോൾ അത്രയും നമുക്കൊന്ന് ചെയ്തെടുത്തിട്ട് വരാം. സെവൻ റൗണ്ട് ഞാനിവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി അടുത്ത റൗണ്ട് വരുമ്പോൾ 4 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. ദെൻ നമുക്ക് ഹാഫ് ഡബിൾ ക്രോഷ്യ ഡിഗ്രീസ് ചെയ്ത് കൊടുക്കാം. 4 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തു. ഞാൻ ഡബിൾ ക്രോഷ്യ ഡിഗ്രീസ് ഇവിടെ ഞാൻ ഡിഗ്രീസ് ചെയ്യുന്നത് ഫസ്റ്റ് സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പിലൂടെയും അതുപോലെ തന്നെ അടുത്ത സ്റ്റിച്ചിൻ്റെ ബാക്ക് ലൂപ്പിലൂടെയും കൂടിയാണ് ഞാൻ ഡിഗ്രീസ് ചെയ്യണത്. നമുക്ക് 2 ഫ്രണ്ട് ലൂപ്പിലൂടെ മാത്രം ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ ഒന്നിൻ്റെ ഫ്രണ്ട് ലൂപ്പും അടുത്തതിൻ്റെ ബാക്ക് ലൂപ്പും കൂടി എടുത്ത് ചെയ്താലും നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടും. ദെൻ ഡിഗ്രീസ് ചെയ്തു. ദെൻ വീണ്ടും നമുക്ക് ഹാഫ് ഡബിൾ ക്രോഷ്യ 4 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യാം. ദെൻ ഹാഫ് ഡബിൾ ക്രോഷ്യ ഡിഗ്രീസ് ചെയ്യാം. ഈ റൗണ്ട് ഈ ഒരു പാറ്റേണിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം നമുക്കൊരു പോട്ട് സൈസിന് നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് വേണ്ടുന്നത് ഏതെങ്കിലും ഒരു പെന്നാണ്. ഞാനിവിടെ ഒരു ബോൾ പെന്നാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ സെയിം നീഡിലും അതുപോലെ തന്നെ യാണുമാണ് യൂസ് ചെയ്യണത്. ഫസ്റ്റ് നമുക്ക് മാജിക് റിങ്ങിൻ്റെ ഉള്ളിൽ 8 സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. ഈ ഒരു റൗണ്ടിൻ്റെ ഉള്ളിൽ നമ്മുടെ പേനേൻ്റെ ടോപ്പ് ഉണ്ടല്ലോ, ആ ടോപ്പിൻ്റെ ഒരു ഭാഗം ഫിറ്റ് ആവുമോ നമ്മൾ ചെക്ക് ചെയ്യണം. ഇല്ലാച്ചാൽ നമുക്കൊരു റൗണ്ടും കൂടി കൊടുക്കാം. അത് നിങ്ങളെടുക്കുന്ന പേനിന് അനുസരിച്ചിട്ട് ഇരിക്കും. ഇപ്പം എൻ്റെ പേനിൻ്റെ ടോപ്പ് ഇതിൽ ഫിറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു 8 സിംഗിൾ ക്രോഷ്യൻ്റെ റൗണ്ട് തന്നെയാണ് ഇനിയും കംപ്ലീറ്റ് ചെയ്യണത്. ഇനി നമുക്ക് ഓരോന്നിലും ഓരോ സിംഗിൾ ക്രോഷ്യ വീതം 8 സിംഗിൾ ക്രോഷ്യ നമ്മുടെ പേനേൻ്റെ
ഒരു ടോപ്പിൻ്റെ ഹൈറ്റ് ഉണ്ടല്ലോ അത്രയും ഹൈറ്റിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഒരു 8 സിംഗിൾ ക്രോഷേ ആ പേനയുടെ ടോപ്പിൻ്റെ ഹൈറ്റിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ എൻ്റെത് ഇതിൽ ഫിക്സ് ആവുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ ഫിക്സ് ആവണില്ലെങ്കിൽ അടുത്ത റൗണ്ട് കൂടി ചെയ്ത് കൊടുക്കാം. ഒന്നെങ്കിൽ ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ 1 സിംഗിൾ ക്രോഷേ ദെൻ ഇൻക്രീസ് ആ ഒരു റൗണ്ടിൽ ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ എൻ്റെത് 8 സിംഗിൾ ക്രോഷേ കറക്റ്റാണ് അതിൻ്റെ ടോപ്പിന്. അപ്പോൾ ഈ ഒരു ടോപ്പിൻ്റെ അത്രയും ഹൈറ്റിൽ നമുക്ക് ഒരു 8 സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഇത്രയും ഹൈറ്റിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ പേന അതിൽ ഫിറ്റ് ആണോ നോക്കണം. ഞാൻ ആ ടോപ്പിൻ്റെ ഹൈറ്റിന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത റൗണ്ടിൽ ചെയ്യുമ്പോൾ തിരിച്ച് പിടിച്ചിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റോങ് സൈഡാണ് കിട്ടുക. അപ്പോൾ നമുക്ക് ഇതുപോലെ തിരിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് വരുന്ന രീതിയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. അടുത്തത് 8 ഇൻക്രീസസ്, അടുത്ത റൗണ്ട് 8 ഇൻക്രീസസ് ചെയ്ത് കൊടുക്കാം. ഓരോ റൗണ്ടിലും 2 സിംഗിൾ ക്രോഷേ വീതം ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല സൈഡ് പുറത്തേക്ക് കിട്ടുള്ളൂ. നമ്മൾ ഇതിന് ഫസ്റ്റ് ചെയ്തതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോയാൽ നമുക്ക് റോങ് സൈഡായിരിക്കും നമുക്ക് ഫ്രണ്ടിലേക്ക് കിട്ടുക. ദെൻ അടുത്ത റൗണ്ടിൽ നമുക്ക് 1 സിംഗിൾ ക്രോഷേ ഇൻക്രീസ്, 1 സിംഗിൾ ക്രോഷേ ചെയ്തു. ദെൻ ഒരു ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. ഈ റൗണ്ട് കംപ്ലീറ്റ് ആക്കാം. ദെൻ അടുത്ത റൗണ്ടിലേക്ക് വരുമ്പോൾ 1 സിംഗിൾ ക്രോഷേ ഇൻക്രീസ്, വീണ്ടും 1 സിംഗിൾ ക്രോഷേ, അതായത് 2 സിംഗിൾ ക്രോഷേ ഇൻക്രീസിൻ്റെ റൗണ്ടാണ്. അപ്പോൾ ഈ റൗണ്ടും കൂടെ നമുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അടുത്തത് 3 സിംഗിൾ ക്രോഷേ ഇൻക്രീസ്, ദെൻ അടുത്ത റൗണ്ടിലേക്ക് വരുമ്പോൾ 4 സിംഗിൾ ക്രോഷേ ഇൻക്രീസ്, അതായത് 2 സിംഗിൾ ക്രോഷേ ചെയ്യാം, ദെൻ ഒരു ഇൻക്രീസ് ചെയ്യാം, ദെൻ വീണ്ടും 2 സിംഗിൾ ക്രോഷേ ചെയ്തെടുത്തിട്ട് ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ ഒരു ഷേപ്പായിരിക്കും നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക. ഇനി മുകൾ ഭാഗം ഇതുപോലെ നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഈ ആണൊന്ന് ഇതുപോലെ ഇൻവിസിബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു മുകൾ ഭാഗം ഇതിലേക്കൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം.
ഒന്നുകിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം താഴെ ഭാഗത്ത്, അല്ലെങ്കിൽ നമുക്ക് ഞാനിവിടെ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുക്കുന്ന ചെയ്യണത്. ഇതിൻ്റെ താഴ്ഭാഗത്ത് ഇതുപോലെ നമുക്ക് ഗമ്മ് തേച്ചിട്ട് അതിൻ്റെ സെൻറ്ററിലേക്ക്, ഈ പോട്ടിൻ്റെ സെൻറ്ററിലേക്ക് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റിച്ച് കണ്ടിന്യൂ ചെയ്യാം. ഈ രണ്ട് ഭാഗം കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഓരോ സിംഗിൾ ക്രോഷ് വീതം ഇതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യണതിൻ്റെ മുമ്പ് ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി ബാക്കി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ പോട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പേന അതിൻ്റെ ഉള്ളിൽ നിന്ന് വെച്ച് നോക്കാം. അതിൻ്റെ ടോപ്പ് വരെ ചെയ്തുകൊണ്ട് ആ ടോപ്പ് അവിടെ ഹാർഡായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത ബട്ടണിലേക്ക് പോവാം. നെക്സ്റ്റ് ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഗ്രീൻ കളർ യാണിലാണ്. കോട്ടൺ 4 പ്ലൈ യാണാണ്. അതുപോലെ 2 mm ക്രോഷേ ഹുക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആദ്യം നമുക്ക് മാച്ചിങ് ഇടാം. അതിനുള്ളിൽ 6 സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത റൗണ്ടിൽ 6 ഇൻക്രീസസ് ചെയ്ത് കൊടുക്കാം. ഇനി വരുന്ന റൗണ്ടിലൊക്കെ ഈ 12 സിംഗിൾ ക്രോഷനെയാണ് ചെയ്യാൻ പോണത്. അതായത് നമ്മുടെ പെന്ന് ഇതിനുള്ളിൽ കൊള്ളണം. അപ്പോൾ നിങ്ങളുടെ തിക്നെസ് കൂടിയ പെന്നാണെന്നുണ്ടെങ്കിൽ ഒരു റൗണ്ടും കൂടി ചെയ്ത് കൊടുത്തിട്ട്, അതായത് 1 സിംഗിൾ ക്രോഷേ ഇൻക്രീസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബാക്കി ആ സെയിം റൗണ്ട് തന്നെ ചെയ്തെടുത്താൽ മതി. ഞാനിവിടെ 3 to 28 വരെ ഈ 12 സിംഗിൾ ക്രോഷനെയാണ് ചെയ്തെടുക്കുന്നത്. അതായത് എൻ്റെ പെന്നിൻ്റെ ബാക്കി ഹൈറ്റ്, ഇപ്പോൾ ടോപ്പ് വരെയുള്ള ഹൈറ്റ് നമ്മൾ ഓൾറെഡി പോട്ടിൽ ചെയ്ത് കഴിഞ്ഞു. ഇനി അതിൻ്റെ ബാക്കിയുള്ള ഹൈറ്റിൽ ഞാൻ ഈ ഒരു ഗ്രീൻ കളറിലാണ് ചെയ്തെടുക്കുന്നത്. അതായത് നമ്മുടെ പേന നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ആയിട്ട് കൊള്ളുന്ന രീതിയിൽ.
ഇത്രയും ലെങ്ത്തിൽ ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പാൻ ഇതിലൊന്ന് ഫിറ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കാം. ആ ടോപ്പ് വരെ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് സൺഫ്ലവർ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഞാൻ ബ്രൗണിനാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ 2mm ക്രോഷേ ഹൂക്കാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് മാജിക് റിങ് ഇടാം. അതിൻ്റെ ഉള്ളിൽ 6 സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് 6 ഇൻക്രീസസ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഞാനിവിടെ 5 സിംഗിൾ ക്രോഷേ ഇൻക്രീസ് വരെ ഇത് ചെയ്യുന്നുണ്ട്. ഓരോ റൗണ്ടും 5 സിംഗിൾ ക്രോഷേ ഇൻക്രീസ് വരെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ 5 സിംഗിൾ ക്രോഷേ ഇൻക്രീസ് എന്നുള്ള റൗണ്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ ഇതേ സെയിം അളവിൽ നമുക്ക് ഗ്രീൻ കളറിലും കൂടെ ചെയ്തെടുക്കണം. 6 സിംഗിൾ ക്രോഷേ തുടങ്ങിയിട്ട് 5 സിംഗിൾ ക്രോഷേ ഇൻക്രീസ് വരെ ഉള്ളത് നമുക്ക് ഗ്രീനിലും ചെയ്തെടുക്കണം. ഇത് ഞാനിവിടെ രണ്ടും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജോയിൻ ചെയ്തിട്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പെറ്റൽസും കൂടെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് നമുക്ക് പെറ്റൽസ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ മിൽക്ക് കോട്ടൺ യാണാണ്, യെല്ലോ കളർ മിൽക്ക് കോട്ടൺ യാണാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് രണ്ടിലും കൂടെ നമുക്ക് പെറ്റൽസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഞാനൊന്ന് യാൺ ജോയിൻ ചെയ്ത് കൊടുത്തു. ദെൻ 2 ചെയിൻ സ്റ്റിച്ച് ഇട്ടു. ആ സെയിം സ്റ്റിച്ചിൽ തന്നെ ഞാൻ ഒരു ഡബിൾ ക്രോഷ് ചെയ്ത് കൊടുത്തു.
ദെൻ അടുത്ത സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. ദെൻ ആ സ്റ്റിച്ചിൽ തന്നെ നമുക്ക് ഒരു ട്രിപ്പിൾ ക്രോഷയും കൂടെ ചെയ്ത് കൊടുക്കാം. സെയിം സ്റ്റിച്ചിൽ തന്നെ നമുക്ക് ട്രിപ്പിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ലാസ്റ്റ് സ്റ്റിച്ചിൻ്റെ തൊട്ടടുത്തുള്ള 2 സ്റ്റിച്ചും കൂടെ കൂട്ടിയിട്ട് ഇതുപോലെ ഒന്ന് സ്ലിപ്പ് നോട്ട് ചെയ്ത് കൊടുക്കാം. ദെൻ അടുത്ത സ്റ്റിച്ചിലേക്ക് ഒരു ട്രിപ്പിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. ദെൻ ആ സ്റ്റിച്ചിൽ തന്നെ നമുക്കൊരു ഒരു ഡബിൾ ക്രോഷയും കൂടെ ചെയ്ത് കൊടുക്കാം. ഒരു ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. ദെൻ അടുത്ത സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. 2 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ദെൻ സ്ലിപ്പ് സ്റ്റിച്ച് ആ സെയിം സ്റ്റിച്ച് തന്നെ ചെയ്തിട്ട് അടുത്ത സ്റ്റിച്ചിലേക്കും കൂടെ ഒരു സ്ലിപ്പ് സ്റ്റിച്ചും കൂടെ ചെയ്ത് കൊടുക്കാം. നമുക്ക് അടുത്ത പെറ്റലിലേക്ക് പോവാം. 2 ചെയിൻ സ്റ്റിച്ച് ഇടാം. ഒരു പെറ്റൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. രണ്ട് ചെയിൻ സ്റ്റിച്ച്, ആ സെയിം സ്റ്റിച്ചിൽ തന്നെ നമുക്കൊരു ഡബിൾ ക്രോഷേ, ദെൻ അടുത്ത സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷേ, ദെൻ സെയിം സ്റ്റിച്ചിൽ തന്നെ ഒരു ട്രിപ്പിൾ ക്രോഷേ, ദെൻ ഒരു ചെയിൻ സ്റ്റിച്ച് ഇടാം. ദെൻ ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത 2 ലൂപ്പും കൂടെ കൂട്ടിയിട്ട് ഇതുപോലെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ദെൻ അടുത്ത സ്റ്റിച്ചിലേക്ക് ഒരു ട്രിപ്പിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. ആ സെയിം സ്റ്റിച്ചിൽ തന്നെ ഒരു ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. ദെൻ അടുത്ത സ്റ്റിച്ചിലേക്ക് ഒരു ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. 2 ചെയിൻ സ്റ്റിച്ച് ഇടാം. ദെൻ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സെയിം സ്റ്റിച്ചിലേക്കാണ് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഞാനിവിടെ 8 പെറ്റൽസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇനി 2, അതായത് നമ്മുടെ ബ്രൗണും ഗ്രീനും ഉണ്ടല്ലോ, ഈ രണ്ടിലും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഇതേപോലെ പെറ്റൽസ് ചെയ്ത് കൊടുക്കാം. രണ്ടും കൂടെ കൂടി ചേർന്നിട്ടല്ല ചെയ്യുന്നത്, ഇനി ഓരോന്നിലും സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. 2 സൈഡിലും സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. ഇതിൽ ലാസ്റ്റ് വരുമ്പോൾ 2 സ്റ്റിച്ചേ ബാക്കി ഉണ്ടാവുള്ളൂ. പക്ഷേ ഞാൻ ലാസ്റ്റ് പെറ്റലിൻ്റെ ആ സ്റ്റിച്ചിൽ തന്നെ ഒരു സ്റ്റിച്ചും കൂടെ കൊടുത്തിട്ട് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ചിലേക്കും കൂടെ ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് ആ ഒരു പെറ്റലിൻ്റെ റൗണ്ട് കംപ്ലീറ്റ് ആക്കണത്. നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പെറ്റലിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. ഞാനിങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. എനിക്ക് ലാസ്റ്റ് 2 സ്റ്റിച്ച് മാത്രം കിട്ടിയിട്ടുള്ളൂ. 4 സ്റ്റിച്ച് വേണം നമുക്കൊരു പെറ്റൽ കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ. പക്ഷേ ഞാനത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ലാസ്റ്റ് സ്റ്റിച്ച് കൊടുത്തു. അതുപോലെ ഫസ്റ്റ് പെറ്റലിൻ്റെ ഫസ്റ്റ് സ്റ്റിച്ച് ഞാൻ എടുത്തിട്ടാണ് ഒരു ലാസ്റ്റ് പെറ്റൽ ഞാൻ കംപ്ലീറ്റ് ചെയ്തത്.
ബ്രൗൺ സൈഡിൽ ഞാനിവിടെ പെറ്റൽസ് കംപ്ലീറ്റ് ആക്കി. ഇനി നമുക്ക് ഗ്രീൻ സൈഡിലും കൂടെ ഇതുപോലെ പെറ്റൽസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സൺഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലീഫും കൂടി ഉണ്ടാക്കിയെടുക്കാം. സെയിം 2mm ക്രോഷേ ഹുക്കാണ് എടുത്തിട്ടുള്ളത്. 4-ply കോട്ടൺ യാർഡാണ് എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് നമുക്ക് 6 സിംഗിൾ ക്രോഷേ മാജിക് റിങ്ങിൻ്റെ ഉള്ളിൽ ചെയ്തെടുക്കാം. ആ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇതുപോലത്തെ ഒരു വയറിൻ്റെ ആവശ്യമുണ്ട്. നമുക്ക് കുറച്ച് തിക്കായിട്ടുള്ള വയർ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. പിന്നെ റൗണ്ട് നമുക്ക് ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് 6 ഇൻക്രീസസ് ചെയ്ത് കൊടുക്കാം. ഈ വയർ അതിൻ്റെ ഉള്ളിലാവുന്ന രീതിയിൽ നമുക്ക് 6 ഇൻക്രീസസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോവാം. അടുത്ത റൗണ്ടിൽ ഫസ്റ്റ് ഒരു സിംഗിൾ ക്രോഷേ ചെയ്യാം. ദെൻ അടുത്ത സ്റ്റിച്ചിൽ ഒരു ഹാഫ് ഡബിൾ ക്രോഷേ, ഒരു ഡബിൾ ക്രോഷേ സെയിം സ്റ്റിച്ചിൽ തന്നെ ചെയ്ത് കൊടുക്കാം. ദെൻ അതിൻ്റെ അടുത്ത സ്റ്റിച്ചിൽ ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. 2 ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. ദെൻ അടുത്ത സ്റ്റിച്ചിലും 2 ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. ദെൻ നെക്സ്റ്റ് സ്റ്റിച്ചിൽ നമുക്ക് 2 ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. ദെൻ ലാസ്റ്റ് സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷേ, പിന്നെ ആ സെയിം സ്റ്റിച്ചിൽ തന്നെ ഒരു ട്രിപ്പിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. ദെൻ അതിൻ്റെ അടുത്ത സ്റ്റിച്ചിൽ ഫസ്റ്റ് ട്രിപ്പിൾ ക്രോഷേ ചെയ്യാം. ദെൻ ഒരു ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. ദെൻ അതിൻ്റെ അടുത്ത 3 സ്റ്റിച്ചിലും ഡബിൾ ക്രോഷേ ഇൻക്രീസസ് ചെയ്ത് കൊടുക്കാം. ദെൻ അടുത്ത സ്റ്റിച്ചിൽ ഒരു ഹാഫ് ഡബിൾ ക്രോഷേ,
ഒരു ഡബിൾ ക്രോഷേ തന്നെ ഒരു ഹാഫ് ഡബിൾ ക്രോഷേ, ലാസ്റ്റ് സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷേ ചെയ്യാം. ഇനി ആണെന്ന് കുറച്ച് ലോങ് ടെയിലാക്കി കട്ട് ചെയ്യാം. ഇതിനകത്തൊന്ന് ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം ബാക്കിയുള്ള ഈ ആണ് നമുക്ക് ഈ ഒരു വയറിൽ ചുറ്റിയെടുക്കാം. ഇതുപോലത്തെ 2 ലീഫ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് നമ്മുടെ ഫ്ലവർ പോട്ടിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. ഈ പോട്ടിൽ ബാക്കി വന്നിട്ടുള്ള യാണൊക്കെ നമുക്ക് ഇതേപോലെ ഉള്ളിലേക്ക് നന്നായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എക്സ്ട്രാ വരുന്ന യാണൊക്കെ നമുക്ക് കട്ട് ചെയ്തിട്ട് ഒന്ന് നീറ്റാക്കി എടുക്കാം. ഇനി നമുക്ക് സൺഫ്ലവറിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ പെന്നിൻ്റെ അതൊന്ന് ഗ്ലൂ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഹോട്ട് ഗ്ലൂ ആണ് യൂസ് ചെയ്യണത്. ഗ്ലൂ 2 സൈഡിലും അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് പോട്ടിലേക്ക് വെച്ച് കൊടുക്കാം. ബാക്കി നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ലീഫും കൂടെ നമുക്കിതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഈ ലീഫും നമുക്ക് ഗ്ലൂ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ഈ സൺഫ്ലവർ പെൻ ഹോൾഡർ ഉണ്ടാക്കിയത് എൻ്റെ മോൻ്റെ ബർത്ത്ഡേക്ക്. അവൻ പറഞ്ഞു അവൻ്റെ മാമിന് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് അവന് കൊടുക്കണമെന്നും. അവൻ പറഞ്ഞത് തലേ ദിവസം രാത്രിയാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ ആ സമയത്ത് ഇരുന്ന് ഉണ്ടാക്കി കംപ്ലീറ്റ് ചെയ്യാനും പറ്റി. അത് പിറ്റേ ദിവസം അവൻ്റെ മാമിന് ഗിഫ്റ്റായിട്ട് കൊടുക്കാനും പറ്റി. മാമിനൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു, ഭയങ്കര ഹാപ്പി ആയി എന്നാണ് അവൻ പറഞ്ഞത്. അവനും വളരെ ഹാപ്പിയായി. അപ്പോൾ ഇത് നമുക്ക് ഇതേപോലെ ടീച്ചേഴ്സിനൊക്കെ ആകുമ്പോൾ എപ്പോഴും പേനൊക്കെ യൂസ് ചെയ്യുന്നല്ലേ എന്ന് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളായിട്ടുള്ള സ്റ്റിച്ചസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സിംഗിൾ ക്രോഷയും അതുപോലെ തന്നെ ഹാഫ് ഡബിൾ ക്രോഷേ, ഡബിൾ ക്രോഷേ, ഈ സ്റ്റിച്ചസൊക്കെ മാത്രം യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.